കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ. ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല, കാശും തന്ന് തന്നെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിയിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്കുക. 100. 100 എടോ ആദ്യം പറഞ്ഞോളൂ 200. 100 100 100 100 200 300 എത്ര വേണമെങ്കിലും തരാം. ഇല്ലേ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി വേണടാ, നന്ദി. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഇപ്പൊ ആ മുറിക്കകത്തുള്ള ആരാ? അതല്ലേ ചന്ദ്രകുഞ്ഞന്റെ ഭർത്താവ്. ഈ കക്ഷി അത്ര കപ്പാസിറ്റി ഉള്ള പാർട്ടി ഒന്നും അല്ലല്ലേ? നമ്മളൊന്നും സ്റ്റാറ്റസിന് പറ്റിയതല്ല. വർമ്മ സാറിനോ ഞങ്ങൾക്കൊക്കെ എതിർപ്പായിരുന്നു. കാശ് കൊടുത്തോ? ഓ കൊടുത്തു. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് മരുമോനായി സ്വീകരിച്ചല്ലേ പറ്റൂ. നീ എനിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുക. ഞാൻ വിചാരിച്ചു ഒറിജിനൽ സത്യം പറയാൻ പോവാണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിനൊന്നും വിചാരിക്കണ്ട. വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം. ഈ ക്യാഷ് ഉണ്ടോ? ഒരു 500 റുപ്പീസ് തരാൻ. വന്നേ, ഒരു 500 രൂപ കൊടുത്ത്. ഓ അല്ല, ഇതിപ്പോ ആരെ കണക്കിലാ എഴുതേണ്ടത്? അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട, പറയണത് കേട്ടാ മതി. തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ? ഇത് എവിടുന്നാ വാങ്ങിച്ചത്? ഏവണിൽ നിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നക്കിയ. എന്തു പറ്റി? ഈ പൊറാട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറില് മുങ്ങി തപ്പാൻ. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനെങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? പയ്യത്തുന്ന വയറ്റ് പിടിക്കില്ലടോ. അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ ഷർട്ടൂരി കാണിച്ചു. കഷ്ടം. പിന്നെ വിശപ്പിനുള്ള ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു. അതെ, ആ പൊതിയിൽ 2 പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിൽ നിന്ന് 2 പൊറോട്ട മതി. അയ്യാ, നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര, 6 പൊറോട്ടയും കൂട്ടിക്കൊഴിച്ചോ? ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട. അതെന്താടാ? ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ? എന്നെ പൊക്കടാ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തടാ. പയ്യെങ്കിൽ പണിക്ക് പോണേ. എന്നെ കൊണ്ടുപോയി ഇരുത്തടാ. ഒടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കിടത്തടാ. ഊതി ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ? കൈ കൊണ്ടുപോയി കഴിക്കണേ. കാലം നിന്റെ അപ്പ് പോയോ? ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. ഇരിക്കാട്ട് തിരിച്ചിൽ പൊറി എനിക്ക് മടുത്തു. മുതലാളി, ആകെ 5 എണ്ണല്ലേ? അസ്ത്രം 2 എണ്ണം ഉണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം നെഞ്ചത്ത് കയറിയിട്ടുണ്ട്, വേണേ തുറന്നെടുത്തോ. എന്തോ നിങ്ങൾക്ക് വേണ്ടാത്തതിന് ഞമ്മക്ക് അതേ കാണിച്ചു തരട്ടെ. ഇപ്പൊ കാണിച്ചു തരാം. കമലം ഇരിക്കൊന്നും വേണ്ട, കാശിങ്ങ് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി? ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം, എടുപിടിയൊന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കൊന്ന് ആലോചിക്ക. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ? ഒന്നുമില്ല, ഞാൻ പല്ല് വെച്ചില്ല. പല്ല് അപ്പൊ എത്ര വേണ്ടെന്നാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ? എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ. ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കാൻ ചെന്ന അവന്മാരെന്നെ തല്ലും. കാശ് മുഴുവൻ അഡ്വാൻസ് ആയി മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി എങ്ങട്ടാ മേനെ കാലത്ത് തന്നെ ഇത്ര വെപ്രാളത്തില്? ഇത്തിരി വെപ്രാളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. കൊടുത്ത കാശ് കിട്ടാതാകുമ്പോ താനും ഓടില്ലേ നെട്ടോട്ടം. 1-ാം മാസം വിളിച്ചെടുത്ത ചിട്ടിയ. മാസം 3 കഴിഞ്ഞിട്ട് കക്ഷിയുടെ പൊടി പോലും കാണുന്നില്ല. ആരാ കക്ഷി? നമുക്ക് കൈകാര്യം ചെയ്യാം. ആ ഇസ്മായിലിന് 300 വാങ്ങിച്ചു കൊടുത്താൽ മതി, സംഗതി ക്ലീനാക്കി കൈ തരും.
എന്നിട്ട് വേണം ഞാൻ പോലീസ് സ്റ്റേഷനിലെ കയറി ഇറങ്ങുന്നത് തനിക്ക് കാണാനല്ലേ? ചിട്ടിയും വട്ടിയൊക്കെ നടക്കുമ്പോ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ എന്നെ? ആളാരാണെന്ന് പറ. നമ്മളെ പാണാത്ത ശങ്കരൻ നായരുടെ വരുവാനില്ലേ ഗോപിനാഥൻ, അവൻ തന്നെ. അത് കിട്ടില്ല എന്റെ മേനെ, കർത്താവാണ് സത്യം, അത് കിട്ടാൻ പോണില്ല. കഴിഞ്ഞ 31-ാം തീയതി ബോണസ് കിട്ടുമ്പോ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചതാ പുള്ളി. ദോഷം പറയരുതല്ലോ, പിന്നെ അവനെ ആ വഴിക്കേ കണ്ടിട്ടില്ല. ആ ചെല്ലേ. അവനല്ലേ എവിടെ? ആരെ? ആരാണോ? നിങ്ങളെ മരുമകൻ ഗോപിനാഥൻ തന്നെയാ ചോദിച്ചത്. അവൻ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കുന്നു എനിക്കൊന്ന് രാവിലെ തന്നെ ഞാൻ തുണിക്കടയിലേക്ക് പോയി അങ്ങേരോട് പറഞ്ഞേക്ക്. അടിച്ചവന്റെ കയ്യും കാര്യം ഞാൻ ഒട്ടിക്കൂ, എനിക്കതൊരു പ്രശ്നമല്ല. ഗോപി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പശുവിനെ കറക്കാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഗോപിയുടെ കടയിൽ പോയിട്ട് നേരെ എത്രേ? ഈ അമ്മാവൻ ഇവിടെ ഒന്നല്ലേ? അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മെയിനിരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാ. കയറി ഇരുന്ന് ചായയും ചോറൊക്കെ കൊണ്ടുപോവാ. ഞാൻ അവിടെ പെണ്ണാവുന്നത്. കഴിഞ്ഞ മാസം 3-ാം തീയതി ചിട്ടിയുടെ ഗഡു വരാന്ന് പറഞ്ഞ ഗോപി പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞല്ലേ. അപ്പൊ എത്തിച്ചുണ്ടാവും. എന്നാല് ഈ എണ്ണയും തേച്ചിട്ട് ഒരുമാതിരി കണവണ വർത്താൻ പറഞ്ഞിട്ടല്ലോ, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ. പണം മേടിച്ച് ഞന്നല്ലാതെ അത് തിരിച്ചു കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങളെ മോനെ? അവൻ വന്നാ ഞാൻ പറയാം. കാലത്ത് തന്നെ വീട്ടിന്റെ മുമ്പിൽ വന്ന് ഇന്നൊന്നും പറയരുത്. അവനെ ഞാൻ എവിടെയെങ്കിലും ഇട്ട് പിടിച്ചോളാം. ഇത് മേഞ്ഞ ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ട് ആകാശമാർഗേക്ക് നിൽക്കുന്ന തസ്കര, വൈദേഹിയെ കൊണ്ടുപോവാൻ വിടില്ല ഞാൻ മൂട നിശാചര. ഇതെന്താടാ പുറത്ത് വേറൊരു പുരാണ നാടകം? അല്ലേ എന്താ? ഞങ്ങൾക്ക് സുന്ദര കില്ലാടി ഒന്ന് കാണണം. ഇത് എന്താ എന്താ കാര്യം പറ. നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഓ മനസ്സിലായി. ഇങ്ങോട്ട് വാ. ലാടന്മാരുടെ സെറ്റാ. നമ്മളെ നാടകം ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. കരിങ്കൊരുങ്ങ രസായനത്തിന്റെ പൂത്താശുള്ളവരാ. വല്ല ഉണ്ടാന്തരത്തിലും ചെന്ന് കളിക്കാനായിരിക്കൂ. പിന്നെ നിന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ. പൊന്നും മോനെ, കാശ് കുറയ്ക്കല്ലേ. ഇതിലെ പിടിച്ചോ. ആരാ? എന്താ തിരക്കിയത്? കില്ലാടി കുടുംബത്തിലെ സുന്ദരൻ കില്ലാടി തന്നെ അല്ലേ? അതെ. എന്താ കാര്യം? ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊക്കെ പറയാം. വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം പറയാം. കാര്യം പറഞ്ഞു. അങ്ങോട്ട് കാലില് വീണോണ്ടൊന്നും റേറ്റ് കുറയ്ക്കൂല. ഏതാ ഈ പുത്തൻകുരിശ്? പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥല. എന്തേ? അല്ല, ചേട്ടൻ ഇങ്ങനെ അകത്ത് കയറി? ഞാനോ? ഞാൻ എന്റെ താക്കോലോട്ട് പൂട്ടി തുറന്നകത്ത് കയറി. അപ്പൊ പിന്നെ പുറത്തുനിന്ന് പൂട്ടി? അത് ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ അകത്ത് കയറി? ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ടി തുറന്നകത്ത് കയറി. അപ്പോഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി. അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഉറച്ചടി വിളിച്ചു കള്ള. കഥ ചോദ്യമൊന്നുമില്ല. അല്ല മോനെ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല? ഇല്ല. അല്ല, നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അതൊന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എന്താ പ്രാന്തളക്കും? അല്ല, നോക്കൂ, ഒരു കാര്യം പറയട്ടെ. അതല്ല, ഞാൻ പറഞ്ഞുതരാ. അയ്യോ, എന്റെ ഷർട്ട്. അതേ, കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല. അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു. ആരാ ഇത്? ഇത് സരോജിനി. സജു, ഇതാ അങ്ങോട്ട് അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാം. വൃത്തികെട്ടവൻ. മോനെ മോന്ത, എനിക്കൊരു കയ്യബദ്ധം പറ്റി. ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കും. ക്ഷമിക്കല്ല, തൊഴിക്ക വേണ്ടത്. അതെന്താ എന്താ ഇന്നോ? മോനെ, നീ എത്ര വേണം തൊഴിച്ചു, അത് കൊള്ളാൻ ഞാൻ തീരാ. പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. വിടോ. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളുമില്ലേ? എന്നിട്ട്
തന്റെ എല്ലാ തോന്നിയവസരങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തെയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രോഹിണിക്ക് എന്നെ അടിക്കണം, ഒന്നോ രണ്ടോ അടിച്ചോ. പക്ഷേ ഇറങ്ങടോ, ഇറങ്ങടോ. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് പോണ അവിടുന്ന് ഒരു പണി എടുക്കുന്നുണ്ടല്ലേ? അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ ഞമ്മ രണ്ടാളും ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആനേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക. പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആളാരാണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്തത്? ഇവൻ വെറുതെ പറയുന്നത് അത് നല്ല കുട്ടിയാ. രോഹിണി ഒന്ന് പോടാ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. വേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമുക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. നിക്ക് പിന്നെ രാമായണാണ് നാടകം. പകല് ജോലിയാ. പറഞ്ഞ സുഖം കൂടെ സമ്മതിച്ചോ? അതല്ല വാസുണ്ണ, ഞാനിപ്പോ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണറ് കുത്തിക്കൊടുക്കണോന്ന്. കിണറോ? അപ്പൊ നാടകം കളിക്കണ്ടേ? അല്ലെന്നേ, നാശോട്ട് വിടുന്നില്ല. അവർക്കിപ്പോ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണർ കുത്തിക്കണം. ചിലക്കാണ്ട് പോകാൻ പറയടാ. എവിടെ പോകാൻ? അവന്മാരെന്റെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അപ്പൂപ്പൻ ശങ്കു അത് വാങ്ങൂ. ആ പാതാള കൈയെടുത്ത് അങ്ങോട്ട് ചെന്നോട്. ഇവിടെ അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് 250 രൂപ മറ്റാണ്. നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പൊങ്ങാത്ത ഒരു റേറ്റ് പറ, അവന്മാരെ അപ്പ തന്നെ സ്ഥലം വിട്ടോളൂ. അത് ശരിയാ, അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറയുന്ന റേറ്റ് അല്ലേ? നമ്മൾ എന്തിനാണ് കുറയ്ക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ പിടിച്ചോ. അപ്പൊ പൊക്കോളും. പൊയ്ക്കോളും. ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത 2500 രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ. പക്ഷെ അവരത് ഉറപ്പിച്ചു. എനിക്ക് അഡ്വാൻസ് തന്നു 10,000 രൂപ. എന്നിട്ട് അവര് പോയോ? അത് തിരിച്ചു കൊടുക്ക. തിരിച്ചു കൊടുക്ക. എന്തിന്? പിന്നല്ലാതെ ഇവന് കിണർ കുത്തറിയാമോ? അവിടെ പോയിട്ട് എന്തോ നീയാ? ഏടോ കടല് കുത്തുന്ന കാര്യമില്ലല്ലോ, ചെറിയൊരു കിണർ കുത്തുന്ന കാര്യമില്ലേ? അതിന് ആകാശത്തിന് വേണം അഡ്വാൻസ് അവിടെ തിരിച്ചു കൊടുക്ക. വേണ്ടാതെ വയ്യാവേലി ചെന്നൊന്നും ചാടരുത്. ഇത് അവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കേ. അരി വാങ്ങാൻ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഞാൻ മടക്കി കൊടുക്കില്ല. അങ്ങനെ പിടിക്കേണ്ട അടുത്ത് പിടി. ഈ മുറുക്കാൻ പിടി, ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ. വിരലടയാളം മതിയോ? കയ്യൊപ്പ് വേണ്ടേ? ഇടോ, കൈ കൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടയാളം എടുത്തത്. ആൽഫിയെ മാനേജിംഗ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവളുടെ ഓർഡറാണിത്. ഇത് ഇന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം. കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം. ഇത് പിടിക്കേ. ഇരവിക്കെന്താ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് പോലെ? ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഈ തീരുമാനം എന്താ? അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം. നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്.
എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു. എനിക്കൊരു 1000 റുപ്പീസ് വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. കോണ്ടസ്റ്റയുടെ കീ എടുക്കാൻ ഞാൻ മറന്നു. കോണ്ടസ്റ്റയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താടാ മരപ്പട്ടി നോക്കി നിക്കണേ? ഒരു 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കിലേക്ക് തിരികെ. അല്ല ഇതിപ്പോ ഇത് കണക്കിലെഴുതി. എന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരം നടത്തി എന്നുള്ള കണക്കിലങ്ങടെ എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല ഈ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞ കാറല്ല. കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ ഒരു കാറും ഉണ്ട്. ഒരു 500 റുപ്പീസ് കൊടുങ്ങി. അപ്പൊ 1500. ആ കണക്കെല്ലാം കണക്ക് പോലെ ഇരിക്കണം. നോക്ക് ഞാൻ പണം കേട്ടില്ല. കഴിക്ക്. വേണ്ട ചേട്ടാ, ഞാൻ 2-3 കഴിച്ചില്ലേ. കഴിക്ക് പാടാ. വേണ്ട. എന്താ വേണ്ട ചേട്ടാ. അങ്ങോട്ട് നോക്കണ്ട. എന്തിയാ നാളെ നിന്നോട് ചെക്ക്. എന്താ ചേട്ടാ? അതെ നാണയമൊന്നുമില്ല ചേട്ടാ. പൈസ കടച്ചു ചോദിക്കണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫാമിലി. നീ കഴി. നിങ്ങൾ ഈ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട്. അല്ല നിങ്ങൾ കണ്ടല്ലേ? ആ പടച്ചോനാണ് മുത്തു മോനെ. ധാരോട് പറയുന്നത് കേട്ടോ. അയാൾക്കിന്റെ കൂടി പിടിയും വലിയൊക്കെ ആയിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ എന്റെ ഒരു സുഖമുള്ള പിടിയും വലിയ. എന്തായി? എന്താ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? അല്ല ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. അതേ അമ്മേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. വരണം. ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്. ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിന്റെ മോന്റെ കണ്ണ് കണ്ട് ഞാൻ ചൂർന്നെടുത്ത് കളയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായം വേണ്ട. ശത്രു അരികിൽ തന്നെ ഉണ്ട്. വരണം. പറഞ്ഞു തരാം. നീ തന്നെയാണോ എന്റെ ശത്രു? അത്രയ്ക്ക് ദാഹമുള്ള ഒരു ചായ 2 ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടുമ്പോ തിരിച്ചു തരാമേ. കള്ളം മോനെ. എത്ര നാളാണോ നിന്നെ തെരഞ്ഞെടുക്കുന്നത്? കാശ് ഞാൻ പിന്നെ തരാം. പിന്നെ എന്റെ അഭിമാനത്തിൽ ഞാൻ പിന്നെ തരാം. വിടൂലടാ, ഇന്ന് വിടൂലടാ. അവിടെ നിന്ന് എനിക്ക് പൈസ കുറച്ചു തരാം. എടാ പൈസ കുറച്ചു തരാം. അവിടെ നിന്നടാ. അവിടെ നിൽക്കേ. ഈ ദിശയ്ക്ക് നീ എങ്ങോട്ട് പോകാനാടാ? നീ ഹെലികോപ്റ്ററിൽ പറക്കാൻ. ആടാ നിന്നെ വിടൂലടാ. വാസുവണ്ണൻ ഇപ്പൊ സമാധാനമായല്ലോ. വലിയ നാടക ഐഡിയ ഒക്കെ ഇട്ട് വിളിച്ചോണ്ട് വന്നല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് ഇത്രയും ഏടാകുളം പിടിച്ച സ്ഥലമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? 3 ഭാഗത്തും കൊടുങ്കാടാ. അവിടെ നരഭോജികളായ കാട്ടുജാതിക്കാരും കാട്ടുമൃഗങ്ങളും ഒച്ചാനും വെക്കുക. നേരെയുള്ള വഴിക്ക് പോകാന്ന് വിചാരിച്ച സ്വപ്നഭൂമിക്കാർ പിടികൂടും. ഈ നാശം പിടിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ.
ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസോണ്ണം വേറെ പണി നോക്കണം. 17 അല്ല 17,000 പേരോട് ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ. അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണെങ്കിലേ മറ്റേതെങ്കിലും മേസ്തിരെ കൊണ്ടുവന്നോ, ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന് ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയോടെ സ്ഥാനം കുറിച്ച് ചിലരുടെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. വലിച്ച വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെ വേറെ ആളെ നോക്കിക്കോട്ടാ. ഒരു കാരണവശാൽ യുവമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ. ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്കുക. വേഗം തീരുമാനം പറ. ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന്? സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി, ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ? യുവമാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ. നമ്മൾ രക്ഷപ്പെട്ടെന്നേ. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? അസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകില്ലാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി. കിണർ അവിടെ തന്നെ കുഴിക്കാം, തടസ്സമില്ല. മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ആ ദിക്ക്, ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം. ആ വഴിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പെണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ലേ? ഒരു പൂവങ്കോഴി ആയാ മതിയായിരുന്നു. ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ കിണർ കുത്താനാ നിമിത്തം പറയുന്നത്. ആരാടാ പ്രദീപി? അവൾക്ക് വരാൻ കണ്ട നേരമേ അറി. എടാ പ്രേമ, നമുക്ക് 1 മുതൽ 10 വരെ എണ്ണാം. അതിനുള്ളിൽ ആരും വന്നില്ലേ നമുക്കങ്ങ് പോവാം. അവരെന്തുവേണം ചെയ്തോട്ടെ. 1 2 3 4 5 6 പകരിക്കൂലമ്മേ, ഒരുത്തന് വരല്ലേ. 7 ഒന്ന് മാറുന്നേ. ദേവു, സാരില്ലപ്പാ, സാരല്ല. അവള് പിന്നെ സാരി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്നേ, ഡ്രസ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിന്? ഈ കുട്ടിയുടെ ഡ്രസ് മാറ്റണം. അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താങ്കൾ വന്ന്. താ വെളിയിൽ പോയേ. സാർ ഇവിടെ നിൽക്കും. 3 പേരും വെളിയിൽ പോവും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉടുപ്പ് മാറ്റിയാൽ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണ. പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവിന് നിൽക്കാലോ. അത് ഭർത്താവാണെങ്കിലല്ലേ? നിക്കാം. ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷെ നമ്മൾ നാണോ മാനോളവരല്ലേ? ഞാൻ പോയിക്കോളാം. വെളിയിൽ പോകാൻ പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? ചെയ്യുന്നത് തെമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവിടെ സമ്മതിക്കുന്നില്ല. പിന്നെ ആര്? ഇവിടെ അതെ, ഈ കോൺഗ്രസ്സുകാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്ങോട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനിത് ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെയാ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്ന കണ്ടാ തോന്നുന്നു ഇയാളുടെ ഭാര്യയുടെ തുണിയാണ് അയാൾ മാറ്റുന്നത്, അയാളുടെ ഭാര്യയുടെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? എന്തേ മോനെ,
ഇവിടുത്തെ ജീവിതമൊക്കെ സുഖാണോ? എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കൂടി ഇവിടെ വരച്ച് ഇരുമെയ്യും ഒറ്റ കല്ലായിട്ട് നമുക്ക് ഇവിടെ കഴിയാം. എന്തായി കരള തനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടോടോ? കുടിച്ചു കുടിച്ച് തന്നെല്ലാം നശിപ്പിച്ചില്ലേ? ഇപ്പൊ ഇവിടെ ആർക്ക് ഐസ്ക്രീം കൊടുക്കാൻ തവന്ന്? മറക്കട മോനെ. മറക്കടാന്നോ കൊരങ്ങാന്നോ എന്നെ? മറക്ക് എടാ മോനെ. ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നറിയോ? ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ്. ഉണക്കമുന്തിരി മണ്ടിപ്പരിപ്പും കൊണ്ടിടക്കാൻ താനാരോ കാബൂളി വാലേ? കാബൂളി വാല നിന്റെ അച്ഛൻ. തന്റെ തോന്നിയ ദിവസങ്ങളൊക്കെ ഞാൻ ഭാരിക്കരുത് കേട്ടോ. അങ്ങനെയാണെന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വിളിക്കും. നിന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് നിന്റെ തോന്നിയാസങ്ങളൊക്കെ ഞാൻ പറയും. ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചു പറഞ്ഞു? ഞാൻ കണ്ടടാ രണ്ടെണ്ണം മെഴുമെഴാന്ന് ഇവിടുന്ന് ഓടി പോകുന്നത്. പോക്കരത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് കാണിക്കല്ലേ? ഇവിടുന്ന് ഇറങ്ങിപ്പോയ രണ്ട് പെമ്പിള്ളേർ ആരാന്നറിയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകില്ല. അതെന്റെ കടമയാ. ഞാൻ പോരാ. വെറുതെ ഇരിക്കണോ? ഇപ്പൊ താനാണ് കള്ളൻ. കള്ള കള്ള ജൽദി ബന്നി റോഡ് സിക്കിനെ ജൽദി ബന്നി കള്ള കുളിച്ചടിച്ചോ. എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. അസ്വീകാരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇരുന്നു അവസാനം മാവുണ്ണാൻ നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കേ ഉള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീൽസ് ഇല്ലാതെ കയറുന്നോട്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തം പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം നിന്റെ കുത്ത്. മറ്റേതല്ല നവീനം, അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. രാമായണം പഴയ രൂപത്തിൽ തന്നെ. എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ ഒരു കുറവ്? എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ഓളെ പിടിച്ച് സീതയാക്കിയാലേ ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല 9 സീതയെ കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ് കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ എന്തോ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും ഭേദം ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവൻ നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വളരെ പിള്ളേർ പറയുന്നതിലും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാനാണോ അലവലാദി? പിള്ളേർ പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞ ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഓഹോ, നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ 7 കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ചേട്ടൻ തന്നെ ഐശ്വര്യായിട്ട് ഒരെണ്ണം എടുത്താൽ. എടി കേട്ടോ, ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് നമ്മളെ എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. നോക്കട്ടെ. അല്ല, ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. ശ്രീരാമൻ കെട്ടില്ല, ലക്ഷ്മണൻ കെട്ടത്.
ചെലപ്പം പിള്ള എല്ലാം ചെലപ്പം പിള്ള ഇതേ മറ്റേ ഏർപ്പാട് ഇവിടെ ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്തായത് ഇതെന്തായിരുന്നു? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ ഓലക്കമ്മിൽ കളി അടിച്ച് കണ്ണിന് സിൽവർ നമ്മൾ ചേട്ടാ ചേട്ടാ ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും. ഇവിടെ രാമനുമില്ല സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആരാദ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ ഒരു സ്ഥിതിയെ. ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, അവൻ വല്ല ദേവോത്തരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി. ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, പണിക്കരേട്ടനോ? ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുവായിരുന്നു. പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം, ഹൃദയം. വേഗം വേണം. മേനോൻ ചേട്ടനോ? ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് എന്തോ എടുക്കുക? ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ലേ? പൈസ വേണ്ട. ഗോപി, പാല്. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അത് വേണ്ടായിരുന്നു. എന്ത്? അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. എങ്ങനെ? എനിക്കവനെ നന്നായിട്ട് അറിയാം. അവൻ ഒരുപാട് മോഹിച്ചു പോയി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഹിച്ചു പോയി. ഊണിലും ഉറക്കത്തിലൊക്കെ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. വസുണ്ണൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? കിണറ് പണിയണം, വെള്ളം കെട്ടണം, കിണറ് പണിയണം. ഷോ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. ഇന്ന് ദേവയാനി അവനോട് പറഞ്ഞത് തീരെ ശരിയായില്ല. എന്ത്? പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് പണിക്ക് വരില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, അത് ശരിയായില്ല. ഈ സമയത്ത് ദേവയാനി പണിക്ക് വരില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞാൽ പിരിയോ? നാളെ മുതൽ ഞാൻ പണിക്ക് വന്നോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു? കക്കൂസില്. രണ്ടുപേരും കൂടിയോ? എടാ, കൊച്ചു പിള്ളേർ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാ മതി, വേറൊന്നും അന്വേഷിക്കണ്ട. അതെ, വാസുണ്ണൻ എവിടെ പോയെന്ന് നീ ചോദിക്കാൻ നിൽക്കണ്ട. ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം. അല്ല, കഴുകി കയറിയില്ലേ? ഇത് കണ്ണവാമുനിയുടെ മകൾ ശകുന്തളയെന്ന് നീ അറിഞ്ഞില്ലയോ? പണ്ടേ പോതൂരെ ഈ ആശ്രമസുന്ദരിയുമായി ഞാൻ സ്വല്പം ഒന്ന് സഹവിച്ചോട്ടെ. എടാ പ്രേമ, എടാ എനിക്ക് രാവിലെ പോണം, രാവിലെ തന്നെ പോണം. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല.
നിനക്കെന്താ ഭ്രാന്തളകിയോ? എടാ 4 സൈഡിൽ കൂടി ആയിരിക്കും കൂട്ടടി വരിക. ആ കാര്യം പറയടാ. എടാ നമ്മുടെ വാസുണ്ണനും ആ ദേവയാനിയും തമ്മിൽ കടുത്ത പ്രേമം. ഇന്ന് എന്തായിരുന്നു രണ്ടും കൂടെ മരത്തിനടിയിൽ ആരും കാണാതെ? ചുമ്മാ നീ അതൊക്കെ പറയാതെ. ഇല്ലടാ, എന്റെ അമ്മയാണ് സത്യം. ഭയങ്കര കുഴപ്പം പിടിച്ച പ്രേമം. വാസുണ്ണൻ അവളെ മുത്തുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മുഖം തിരിച്ചു കളഞ്ഞു. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. വെറുതെ വെറുതെ. ഏതായാലും ആടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കടക്കണം. വാസുണ്ണൻ വയസ്സനല്ലേ? എടാ അതുകൊണ്ടെന്താ, ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ഫാഷൻ അതൊക്കെ. ഈശ്വരാ, ഞാനും കാമുകൻ നീയും ഓരോ നിമിഷവും നിന്നെ കാത്തിരിക്കുന്ന എന്റെ അരിയിലേക്ക് നീ വരില്ലേ? ആര്യപുത്രി, എന്റെ മനസ്സിനെ മയക്കിയ നീ എന്നാലും അവള് എവിടെയായിരുന്നു? എടാ പ്രേമ, നമ്മൾ എപ്പോഴാ ബോംബ് വെക്കണത്? ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? അതെപ്പോ? അത് ശരി. അപ്പൊ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാ ഭാവം? എന്റെ അച്ഛനാണ് സത്യം, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇന്ന് രാത്രി നീ ബോംബ് വെച്ചോ? ഞാൻ വെച്ചില്ല. നീ വെച്ചോ പ്രദീപേ? ഞാൻ വെച്ചില്ല. പിന്നെ ആര് ബോംബ് വെച്ചത്? വെച്ചത് ആരാണെന്ന് വെച്ചവർക്കറിയാം. ബാക്കിയുള്ളവർക്ക് കണ്ണും കാതൊന്നുമില്ലോ. എന്തായാലും ഞാൻ ഇന്നൊരു ബോംബ് വെക്കും, അത് ഉറപ്പാ. ഞാൻ വിചാരിച്ചു നീ ഇന്നലെ തന്നെ വെച്ചിന്ന്. അല്ല, അപ്പൊ ഇന്ന് വെച്ച് ഇന്നലെ പൊട്ടിക്കോ? പൊട്ടിക്കും, ഇന്ന് തന്നെ പൊട്ടിക്കും. അല്ലെങ്കിൽ പ്രദീപ് പറഞ്ഞ പോലെ 4 സൈഡിൽ നിന്ന് അടി കിട്ടും. ഇന്ന് തന്നെ പൊട്ടിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും പൊട്ടിച്ചാൽ മതി. പൊട്ടിക്കാതെ പോയാലേ അവന്മാരടിക്കാൻ വരത്തുള്ളൂ. എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത്? ഇന്നേ ഞങ്ങൾ പൊട്ടിച്ചേക്കാം. വിക്കാസ് എടുത്തോ? നല്ല മൂർച്ചയുള്ള പാരയുണ്ടല്ലോ, പിന്നെ എന്തിനാ വിക്കാസ്? എന്താ ദേവു? ഞാനും വന്നോട്ടെ പണിക്ക്? പിന്നെ ദേവ് ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. വാ വാ വാ. എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാൻ ഈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കണത്? ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട്, ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. വേറെ ആരുടെ സഹായം ഇവിടെ വേണ്ട. അല്ലെങ്കിൽ കൊടുക്ക്. ആ പാറ തുറന്ന് ബോംബ് അതിനകത്ത് വെക്കുന്ന പണിയുണ്ടല്ലോ, അതോട് കൊടുക്ക്. വെള്ളമരുന്നും കരിമരുന്നൊക്കെ കമ്പിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാണ് പൊട്ടിക്കട്ടെ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോളാം. ഒരു പണി കൊടുക്കലാരും വന്നിരിക്കണു. പണിക്കല്ലേ. അതെ, ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണർ മേസ്തിരിമാർക്ക് ചില രീതികളൊക്കെ ഉണ്ട്. ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല, അതുറപ്പാ. പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണടിച്ച് പിടിച്ചേ കുടിക്കുള്ളൂ. പൂച്ചയുടെ വിചാരം എന്താ? അതാരും അറിയുന്നില്ല, കാണുന്നില്ലെന്നൊക്കെയാ. ഈ സ്വപ്നഭൂമിയിൽ എവിടെയാ പൂച്ച? പൂച്ചകളേ ഉള്ളൂ. പൂച്ചക്കുട്ടി എന്ന് തോന്നിക്കുന്ന നല്ല അസല് കള്ളിപ്പൂച്ച. വേദപുരത്തൊക്കെ പൂച്ച മച്ചിന്റെ പുറത്താ, ഇവിടെ അത് മരത്തിന്റെ അടിയില. അല്ലടാ പ്രദീപേ? മോള് വേഗം ചെല്ലു, ഇവിടെ പണിങ്ങണിയൊന്നുമില്ല. വേഗം പോ. വാസണ്ണൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ ഉള്ളൂ. ഞാൻ പോവാ. അതുകൊണ്ട് മാത്രമാ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിളവൊന്നും ഇവിടെ എടുക്കല്ലേ മോളെ. എന്താടാ രണ്ടു കൂടിയ പാവം കൊച്ചിന് വെറുതെ? പാവം പാടിപ്പോയി. ഞാൻ പോയി സമാധാനിപ്പിച്ചു വരട്ടെ. ഓണം കണ്ടില്ലേ, ശൃംഖരിക്കാനുള്ള പോക്കാ. ദേവു. എന്താ വാസണ്ണ ഇന്ന് കിണറൂത്തിക്ക് വല്ലാത്തൊരു ദേഷ്യം? അത് ഇന്നലെ ദേവയാനി പറഞ്ഞില്ലേ, അതിന്റെ കരി തീർത്തതാ. ഞാൻ എന്ത് പറഞ്ഞെന്നാ വാസണ്ണ? അല്ല, പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു? പൂച്ച ഈ ആക്ഷൻ കണ്ടോ? ഈ ആക്ഷൻ എനിക്ക് പിടിക്കാത്തത്. നിപ്പ് കണ്ടില്ലേ, ഒരു വൃത്തികെട്ട ശൃംഗാരം. വൃത്തികെട്ടവൻ. മതി. ഒന്നുകൂടെ വന്നേ. എന്താണ് എന്റെ പ്രേമ? വാസവനോട് മാറിയെന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.